നമ്മളെല്ലാവരും കൂടുതൽ മെച്ചപ്പെട്ടൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാറില്ലേ? ദാരിദ്ര്യമില്ലാത്ത, എല്ലാവർക്കും തുല്യ അവസരങ്ങളുള്ള, നമ്മുടെ ഭൂമിയെ നമ്മൾ സ്നേഹത്തോടെ സംരക്ഷിക്കുന്ന ഒരിടം. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വലിയ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ആഗോള ലക്ഷ്യങ്ങൾ. ദേ, ഈ കാണുന്ന 17 ലക്ഷ്യങ്ങളില്ലേ, ഇത് നമ്മുടെ ഭൂമിക്ക് വേണ്ടിയുള്ള മനുഷ്യരാശിയുടെ ഒരു ടു ഡു ലിസ്റ്റ് ആണെന്ന് പറയാം. ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച ഈ ലക്ഷ്യങ്ങൾ ഈ ലോകത്തെ കുറച്ചും കൂടി നല്ല ഒരിടമാക്കി മാറ്റാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോ ശരിക്കും എന്താണ് ഈ പദ്ധതി? എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുക? വെറുതെ പറഞ്ഞാ പോരല്ലോ, അതിന് വ്യക്തമായൊരു രൂപരേഖയുണ്ട്. നമുക്കതൊന്ന് വിശദമായി നോക്കിയാലോ? ഈ ഗ്ലോബൽ പ്ലാൻ നമുക്ക് 4 പ്രധാന ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കാം. ഒന്നാമതായി ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, രണ്ടാമത് പുരോഗതിയും പുതിയ ആശയങ്ങളും, പിന്നെ നമ്മുടെ ഈ ഭൂമിയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളത്, ഒടുവിലായി ഇതെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായ സമാധാനവും കൂട്ടായ്മയും. നമുക്ക് ഇതിന്റെ അടിത്തറയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓരോ മനുഷ്യന്റെയും അന്തസ്സിനും ക്ഷേമത്തിനും ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണിത്. ഈ ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് മറ്റൊന്നും പടുത്തുയർത്താൻ കഴിയില്ല, അല്ലേ? ഈ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തിക്കും മാന്യമായ ഒരു ജീവിതം ഉറപ്പാക്കാനാണ്. ഒന്നാമത്തേത്, എവിടെയും ദാരിദ്ര്യം ഉണ്ടാകരുത്. 2, ആരും വിശന്നിരിക്കരുത്. മൂന്നാമതായി, എല്ലാവർക്കും നല്ല ആരോഗ്യവും സൗഖ്യവും വേണം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലിംഗസമത്വം. അവസാനമായി, ശുദ്ധമായ വെള്ളവും നല്ല ശുചിത്വ സൗകര്യങ്ങളും. ഇവയാണ് ഒരു നല്ല സമൂഹത്തിന്റെ അടിത്തറ. ആ അടിസ്ഥാനമൊക്കെ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാം. എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന സുസ്ഥിരമായൊരു വളർച്ച എങ്ങനെ കൈവരിക്കാം എന്നാണ് ഈ ലക്ഷ്യങ്ങൾ പറഞ്ഞു തരുന്നത്. പുരോഗതിക്ക് നമുക്ക് എന്തൊക്കെ വേണം? എല്ലാവർക്കും താങ്ങാനാവുന്ന ക്ലീൻ എനർജി, മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും, നല്ല വ്യവസായങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, മികച്ച റോഡുകളും പാലങ്ങളും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. സമൂഹത്തിലെ ഏറ്റത്താഴ്വുകൾ കുറയ്ക്കണം. നമ്മുടെ നഗരങ്ങൾ സുരക്ഷിതവും സുസ്ഥിരവുമാവണം. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും ഉണ്ടാക്കുന്നതുമെല്ലാം കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ആവണം. മനുഷ്യൻ മാത്രം പുരോഗമിച്ചാൽ മതിയോ? പോരല്ലോ. നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രഹത്തെയും സംരക്ഷിക്കണ്ടേ? കാരണം ഈ ഭൂമി നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു വീടാണ്. വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മളിത് കാത്തുസൂക്ഷിക്കണം. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ അടിയന്തരമായി പ്രവർത്തിക്കുക, നമ്മുടെ കടലുകളെയും അതിനടിയിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക, കാടുകളും കരയിലെ മറ്റു ജീവികളെയും സംരക്ഷിക്കുക. ഇവ 3ഉം നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇനി നമ്മൾ വരുന്നത് അവസാനത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ലക്ഷ്യങ്ങളെല്ലാം നേടണമെങ്കിൽ സമാധാനവും നീതിയുമുള്ള ഒരു സാഹചര്യം വേണ്ടേ? അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ ലക്ഷ്യങ്ങൾ പറയുന്നത്. ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമുക്ക് സമാധാനവും നീതിയും ഉറപ്പാക്കുന്ന നല്ല സ്ഥാപനങ്ങൾ വേണം. എല്ലാത്തിനുമുപരിയായി ഈ 17 ലക്ഷ്യങ്ങളും നേടാനായി രാജ്യങ്ങളും സംഘടനകളും വ്യക്തികളും തമ്മിൽ ഒരു വലിയ കൂട്ടായ്മ തന്നെ വേണം. ഇത് 17 വെവ്വേറെ ലക്ഷ്യങ്ങളല്ല. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒന്നിച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് ഫലമുണ്ടാകൂ. ഒന്നോർത്തു നോക്കൂ, നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ ദാരിദ്ര്യം കുറയ്ക്കാൻ എളുപ്പമല്ലേ? അതുപോലെ ശുദ്ധമായ ഊർജം ഉപയോഗിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തെയും നേരിടാം. എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. സർക്കാരുകൾ, വ്യവസായങ്ങൾ, സമൂഹം, പിന്നെ ഞാനും നിങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗമാണ്.